നിഖിൽ, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദർശനേടത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഈ അനിയന്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു സങ്കടം ബാക്കിയായിരുന്നു. രൂപേഷേട്ടൻ്റെയും ദർശനേടത്തിയുടെയും പിണക്കം, അത് മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും അത് നടന്നല്ലോ. രൂപേഷേട്ടൻ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് തമ്മില് ഈ രാത്രി എന്താ സംസാരിക്കാനുള്ളത്? ദർശനേടത്തി ഗർഭിണിയാണെന്ന് പറയാൻ ചെന്നപ്പോ എന്നെ ഇറക്കി വിട്ട മനുഷ്യനാ. അത് ചോദിക്കാനാ വന്നത്. എന്നിട്ടിപ്പോ ഇവർക്കെന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ള? ഞാൻ അവിടെ ചെല്ലാൻ ഒരല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. തലേന്ന് 2 പേർ കൊക്കയിലേക്ക് ചാടി മരിച്ച സ്ഥലമാ. ഞാനൊരു സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ ശ്രേയ ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. നാശം. എന്തിനാ അവളെ രക്ഷപ്പെടുത്താൻ പോയത്? ഇവർക്ക് എന്തിന്റെ കേടായിരുന്നു? ചത്ത് തൊലയിട്ടെന്ന് വിചാരിച്ച പോരായിരുന്നോ? ഒരു ഇന്റർനാഷണൽ തോൽവി തന്നെയാ ഈ ദർശനേടത്തി. ഇപ്പൊ തന്നെ കണ്ടില്ല ഞങ്ങൾക്കിടയിൽ. മരിക്കുന്നത് ശ്രേയ മാത്രമല്ല, ശ്രേയയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നിഖിലിന്റെ കുഞ്ഞും. എന്റെ ദർശനേടത്തി, മരിക്കാൻ പോകും മുമ്പ് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ അബോർഷൻ നടത്താൻ ഒരു ശ്രമം നടത്തിയവള്. ആ ഡോക്ടർ ഭർത്താവിനെയും കൂട്ടി വരണമെന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ടത് നടന്നില്ല. ദർശനേടത്തി, എനിക്ക് വിശ്വസിക്കാൻ പോലും. ശ്രേയ, ദർശനേടത്തി ഒന്നുകൂടി ഒന്ന് തെളിച്ച് പറ. അപ്പോ ദർശനേടത്തിയല്ല, ശ്രേയാണോ ഗർഭിണിയായത്? അതും എന്റെ കുഞ്ഞ്. ഈശ്വരാ.